അസ്സലാമു അലൈക്കും. ഇത് നമ്മൾ ചാപ്റ്റർ നമ്പർ 14 ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന പുതിയ ചാപ്റ്ററാണ്. ചാപ്റ്റർ സോഷ്യൽ ജസ്റ്റിസ്. ചാപ്റ്ററിൻ്റെ പേര് സോഷ്യൽ ജസ്റ്റിസ് ആണ്. ഇനി ദ ഒറിജിൻ ഓഫ് ദ ടേം സോഷ്യൽ ജസ്റ്റിസ് ഓർ ജസ്റ്റിസ്. ജസ്റ്റിസ് എന്ന ടേം ഒറിജിനേറ്റ് ചെയ്തതാണ് ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. The term justice is derived from the Latin word junger. ജങ്കർ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ജസ്റ്റിസ് എന്ന വേർഡ് ഉണ്ടായത്, വിച്ച് മീൻസ് ടൈ ഓർ ബോണ്ട്. ജങ്കർ വാക്കിൻ്റെ അർത്ഥം ടൈ ഓർ ബോണ്ട്. ബോണ്ട് ടൈ അപ്പ് നമ്മൾ പറയുമല്ലോ, ഒരു ഐക്യം, ഒരു ബോണ്ട് അല്ലേ, അതാണ് ജങ്കർ എന്നർത്ഥം. The aim of justice is the welfare of nation. അപ്പോൾ നമുക്കറിയാം ജസ്റ്റിസിൻ്റെ എയിം എന്താ? വെൽഫെയർ ഓഫ് ദ നേഷൻ അല്ലേ, സ്റ്റേറ്റിൻ്റെ വെൽഫെയർ ആണ്. സാമൂഹികമായിട്ടും രാജ്യത്തിൻ്റെയൊക്കെ അഭിവൃദ്ധിയാണ് ശരിക്കും ജസ്റ്റിസ് കൊണ്ട് അതിൻ്റെ ലക്ഷ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി ജസ്റ്റിസിനെ കുറിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിലോസഫേഴ്സിൻ്റെ ഒപ്പീനിയൻസാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഓരോരുത്തരും ആ ഓരോ വ്യക്തികളെ പേരെടുത്തിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് വൺ, സോക്രട്ടീസ് ഒപ്പീനിയൻ അബൌട്ട് ജസ്റ്റിസ് അല്ലേ. ഗ്രീക്ക് ഫിലോസഫറായിട്ടുള്ള സോക്രട്ടീസിൻ്റെ അഭിപ്രായമാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. സോക്രട്ടീസ് ഹാവ് ദ ഒപ്പീനിയൻ ദാറ്റ് justice doesn't mean doing good to our friends and harm to our enemies, as pursuing our own interest. Justice involves the welfare of people. അപ്പോൾ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ സോക്രട്ടീസിൻ്റെ അഭിപ്രായത്തിൽ ഡൂയിങ് ടു അവർ does not mean doing good to our friends. നമ്മുടെ അടുത്ത ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് നല്ലത് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ എനിമീസിനോട് എന്ത് ചെയ്യുക, മോശമായി പെരുമാറുക എന്നതല്ല എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്, ജസ്റ്റിസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആസ് പർസ്യൂയിങ് അവർ ഓൺ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ നമുക്കെന്ത് പറയാം, നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ പെരുമാറുന്നതല്ല എന്ത് ജസ്റ്റിസ്. ജസ്റ്റിസ് ഇൻവോൾവ്സ് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. എല്ലാ വിഭാഗം ജനങ്ങളുടെയും എന്താണ് വെൽഫെയർ ആണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ജസ്റ്റിസ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾക്കറിയുന്ന നമ്മളുടെ സൗഹൃദ വലയത്തിലുള്ള കുറച്ച് ആളുകളോട് നമ്മൾ അവർക്ക് വേണ്ട സഹായങ്ങൾ സഹകരണങ്ങൾ ചെയ്യുക, അല്ലാതെ നമുക്ക് താല്പര്യമില്ലാത്ത ആളുകളോട് മുഖം തിരിച്ച് കളയുക. അപ്പോൾ ഇതൊരു ജസ്റ്റിസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റിസ് അല്ല. നമ്മളെ താല്പര്യങ്ങൾ സമൂഹത്തിൽ സംരക്ഷിക്കലല്ല എന്ത് ജസ്റ്റിസ്, മറിച്ച് നമ്മൾക്ക് എല്ലാ ആളുകൾക്കും, ലോവർ ക്ലാസ്സിലുള്ള ആളുകൾക്കും ഹയർ ക്ലാസ്സിലുള്ള ആളുകൾക്കും എല്ലാ തരത്തിലുള്ള ആളുകൾക്കും കാസ്റ്റും ക്രീഡൊന്നും നോക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവരെ ഈക്വലായിട്ട് നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റാണ് എന്ത് ജസ്റ്റിസ് എന്നതുകൊണ്ട് സോക്രട്ടീസ് ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് പ്ലാറ്റോ അല്ലേ. ഇവരൊക്കെ ഫ്രഞ്ച് ഫിലോസഫേഴ്സിൽ, ഫ്രഞ്ച് അല്ല ഗ്രീക്ക് ഫിലോസഫേഴ്സിൽ വരുന്ന ആളുകളാണ് സോക്രട്ടീസും പ്ലാറ്റോയൊക്കെ. ഇനി പ്ലാറ്റോസ് കൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ്. പ്ലാറ്റോ എന്താ പറയുന്നത്? ഇൻ പ്ലാറ്റോസ് കൺസെപ്റ്റ് സൊസൈറ്റി ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 ഡിഫറെൻറ്റ് കാറ്റഗറീസ് ലൈക്ക് വർക്കിംഗ് ക്ലാസ്, ഇൻ്റലിജൻറ്റ് ആൻഡ് കറേജ് ഗ്രൂപ്പ്സ്. ഇനി പ്ലാറ്റോ പറയുന്നത് സൊസൈറ്റിയിലെ ആളുകളെ അല്ലെങ്കിൽ സൊസൈറ്റിയെ നമുക്ക് 3ആയിട്ട് എന്ത് ചെയ്യാം, കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് വർക്കിംഗ് ക്ലാസ്, രണ്ടാമത്തെ ഇൻ്റലിജൻറ്റ് ഗ്രൂപ്പ് ആൻഡ് തേർഡ് വൺ ഈസ് ദ കറേജ് ഗ്രൂപ്പ്. ഇനി ഓരോന്നും നോക്കാം എന്താണെന്ന്. ദീസ് ആർ കൺട്രോൾഡ് ബൈ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്. അപ്പോൾ ഈ വർക്കിംഗ് ക്ലാസ്, അതുപോലെ തന്നെ ഇൻ്റലിജൻറ്റ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ കറേജ് ഗ്രൂപ്പ്, 3 ഗ്രൂപ്പിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ത് ചെയ്യാണ്, ഡിഫറെൻ്റ് ആണ്. അത് ഓരോന്ന് എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഫാക്ടേഴ്സും മനസ്സിലാവും. ദ ഇൻ്റലിജൻറ്റ് ഗ്രൂപ്പ് വിൽ ബിക്കെയിം ഫിലോസഫേഴ്സ്
അതായത് ഇൻ്റലിജൻ്റ് ഗ്രൂപ്പ് എന്നുള്ള ആ വിഭാഗം എന്തായി മാറുക, പിന്നെ ഫിലോസഫേഴ്സൊക്കെ ആയി മാറുക, തത്വജ്ഞാനികളും ഉയർന്ന ചിന്താഗതിയുള്ള സമൂഹത്തിലെ ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവില്ല ഏത് സമൂഹത്തിലാണെങ്കിലും, അവരൊക്കെ ഇൻ്റലിജൻ്റ് ഗ്രൂപ്പിൽ പെടുന്ന ആളുകളാണ്. അവരാണ് പിന്നീട് എന്ത് ചെയ്യുക, ഫിലോസഫേഴ്സൊക്കെ ആയി മാറുന്നത്. ആൻഡ് ദ കറേജ് പീപ്പിൾ വിൽ ബിക്കെയിം സോൾജിയർ. കറേജ് എന്നുള്ള വാക്കിൻ വേർഡ് മീനിങ് നമുക്കറിയില്ല, ധൈര്യം. അവരാണ് ആരുമായി മാറുന്നത്, സോൾജിയേഴ്സ്, പോലീസ്മാൻ, അങ്ങനെ ആയി മാറുന്നത്. ആൻഡ് ദ വർക്കിംഗ് ക്ലാസ് വിൽ ബി ഫാർമേഴ്സ്. ഇനി വർക്കിംഗ് ക്ലാസ്, തൊഴിലാളികൾ എന്നുള്ള ഒരു വിഭാഗം എന്ത് ചെയ്യും, അതാണ് ഫാമേഴ്സ് എന്നുള്ള വിഭാഗം. ഈ 3 കാറ്റഗറീസ് കൂടെ ഇൻവോൾവ് ചെയ്യുന്നതാണ് ഒരു സൊസൈറ്റി എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഫിലോസഫേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളല്ല, അല്ലെങ്കിൽ ഇൻ്റലിജൻ്റ് പീപ്പിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളല്ല എന്ത് ചെയ്യുന്നത്, കറേജ് പീപ്പിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അവരെ സ്വാധീനിക്കുന്നത്, അവരുടേതായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ഘടകങ്ങൾ, അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ് അതായത് ഫിലോസഫേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്ന. ഇപ്പോൾ സമൂഹത്തിൽ ഉയർന്ന ചിന്താഗതിയിലുള്ള ഇൻ്റലിജൻസ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ, അവരുടെ വ്യൂസ്, അവരുടെ ആശയങ്ങളൊക്കെ വേറെ ആയിരിക്കും. അവർ ആ തരത്തിലായിരിക്കും ചിന്തിക്കുന്നുണ്ട്. അവരെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വേറെ ആയിരിക്കും. പക്ഷെ അതാണോ ഒരു ഫാമേഴ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? അല്ല, അത് ഡിഫറെൻ്റാണ്. അതാണ് അയാൾ പറഞ്ഞത്, പ്ലാറ്റോ പറഞ്ഞത്, ദീസ് ആർ കൺട്രോൾഡ് ബൈ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്. ഈ 3 ഗ്രൂപ്പിനെയും കൺട്രോൾ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ആയിരിക്കുമെന്ന്. അടുത്തത്, ഹിയർ ഈച്ച് ഇൻഡിവിജ്വൽ ഡു ഹിസ് വർക്ക് വിത്തൗട്ട് ഇൻ്റർഫിയറിങ് ഇൻ അതർ. അതായത് 3 ഗ്രൂപ്പും, ഒരു സൊസൈറ്റിയിൽ 3 ഗ്രൂപ്പും എന്തായിട്ട് മാറും, ഡു ഹിസ് വർക്ക്, ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ജോലികൾ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. വിത്തൗട്ട് ഇൻ്റർഫിയറിങ് ഇൻ അതർ, പരസ്പരം എന്ത് ചെയ്യില്ല, തടസ്സങ്ങൾ ഉണ്ടാക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണ് സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നത്, ജസ്റ്റിസ് നടപ്പാക്കുന്നതെന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഓരോരുത്തർക്കും ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ വേറെ ഉണ്ട്. ഓരോരുത്തരുടെയും ഇമ്പോർട്ടൻസ് ഓരോന്നതാണ്. ഒരാളെ വിലക്കുറച്ച് കാണാനോ മറ്റൊരാളെ ഉയർത്തി കാണാനോ എന്തില്ല, സൊസൈറ്റിയിൽ അതിനിട വരുന്നില്ല. കാരണം ഓരോരുത്തർക്കുള്ള ഡ്യൂട്ടികൾ വേറെയാണ്. ഓരോരുത്തരും സമൂഹത്തിൽ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം. കാരണം ഫിലോസഫേഴ്സ് വേണം സൊസൈറ്റിയിൽ, അതുപോലെ ഫാമേഴ്സ് വേണം. ഇവർക്ക് എല്ലാവർക്കും എന്തുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും മറ്റവരെ തടസ്സപ്പെടുത്താതെ മുന്നോട്ട് പോകുന്നു. അപ്പോഴാണ് എന്തുണ്ടാവുക, അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഇമ്പോർട്ടൻ്റ് കൊടുക്കുമ്പോഴാണ് സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടാവുക എന്ന് പ്ലാറ്റോ പറയുന്നത്. ദ ഫേമസ് ബുക്ക് ഓഫ് പ്ലാറ്റോ ഈസ് റിപ്പബ്ലിക്. അത് നമുക്കറിയാം. പ്ലാറ്റോയുടെ പ്രധാനപ്പെട്ട ബുക്കാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ അതിൻ്റെ പേര്? റിപ്പബ്ലിക്. അത് ഓർത്ത് വെക്കണം. അപ്പോൾ സോക്രട്ടീസ് കഴിഞ്ഞു, പ്ലാറ്റോ കഴിഞ്ഞു. ആൻഡ് ദ തേർഡ് വൺ ഈസ് അരിസ്റ്റോട്ടിൽസ് കൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ്. അരിസ്റ്റോട്ടിൽ, അവരൊക്കെ ശിഷ്യന്മാരായിട്ടാണ്. സോക്രട്ടീസിൻ്റെ ശിഷ്യനാണ് പ്ലാറ്റോൻ്റെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ. ഇനി അരിസ്റ്റോട്ടലിൻ്റെ കൺസെപ്റ്റിന് വേറൊരു പേരുകളുണ്ട്. അരിസ്റ്റോട്ടലിൻ്റെ കൺസെപ്റ്റ് അറിയപ്പെടുന്നത് പ്രൊപ്പോർഷനേറ്റ് ജസ്റ്റിസ് എന്നറിയപ്പെടും, അല്ലെങ്കിൽ അതിനെ അരിസ്റ്റോക്രാറ്റിക് ജസ്റ്റിസ് എന്നറിയപ്പെടും, അല്ലെങ്കിൽ ജോമെട്രിക്കൽ ജസ്റ്റിസ് എന്നും അറിയപ്പെടും. അപ്പോൾ ഈ വാട്ട് ഈസ് മീൻ ബൈ ജോമെട്രിക്കൽ ജസ്റ്റിസ് അല്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് ജസ്റ്റിസ് എന്നൊക്കെ ചോദിച്ചാൽ അത് ആരുടെ കൺസെപ്റ്റാണ്? അരിസ്റ്റോട്ടലിൻ്റെ കൺസെപ്റ്റാണ്, മാറിപ്പോകരുത്. ഓക്കെ. Aristotle argues that equal should be treated as equal and unequal should be treated as unequal, and each person should give justice according to their condition of work. അല്ലേ? അതായത് ഈക്വൽ ഷുഡ് ബി ട്രീറ്റഡ് ആറ്റ് സമൂഹത്തിൽ ഈക്വൽ ലെവലിലുള്ള ആളുകളെ, അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളെ ഈക്വലായിട്ട് കാണുക. അതല്ലാതെ വേറെ തരത്തിലുള്ളത്, ഇവരോട് ഈക്വൽ അല്ലാതെ വേറെ തരത്തിൽ കാണുന്നവരെന്ത് ചെയ്യുക, അൺഈക്വൽ ഷുഡ് ബി ട്രീറ്റഡ് ആസ് അൺഈക്വൽ. അപ്പോൾ ഞാൻ പറയാം, ടീച്ചേഴ്സ് ഒരു വിഭാഗം, അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ഒരു വിഭാഗം. അപ്പം എല്ലാ ടീച്ചേഴ്സിനും എന്ത് ചെയ്യുക, ഒരു ജോലിയാണ്, ടീച്ചിങ് എന്ന ഒരു പ്രൊഫഷനാണ്, അല്ലേ? അപ്പോൾ അതെന്ത് ചെയ്യുക, അവരെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക, അവർക്ക് തുല്യ പരിഗണന സൊസൈറ്റിയിൽ കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക,
ഡോക്ടേഴ്സിനാണെങ്കിൽ വേറൊരു ഗ്രൂപ്പാണ് സൊസൈറ്റിയിലുള്ള. അത് ചെയ്യുന്നത് വേറൊരു തരത്തിലുള്ള കണ്ടീഷൻ ഓഫ് വർക്കാണ്. അപ്പോൾ അവർക്ക് ഈക്വലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അൺഈക്വൽ ഷുഡ് ബി ട്രീറ്റഡ് ആസ് അൺഈക്വൽ എന്ന് പറയുന്ന സമയത്ത് ടീച്ചേഴ്സിനെയും ഡോക്ടേഴ്സിനെയും എന്താണ്, അത് ഈക്വലാണോ? രണ്ടും രണ്ട് കാറ്റഗറി, രണ്ട് കണ്ടീഷൻ ഓഫ് വർക്കിൽ ജോലി ചെയ്യുന്ന അവരെ രണ്ടാളും എന്ത് ചെയ്യൽ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യരുത്. അതാണ് അൺഈക്വൽ ഷുഡ് ബി ട്രീറ്റഡ് ആസ് അൺഈക്വൽ. ഓക്കെ, അതാണ് അരിസ്റ്റോട്ടിൽ കൺസെപ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ജോമെട്രിക്കൽ കൺസെപ്റ്റ് എന്നൊക്കെ പറയാം. ഓക്കെ, ആൻഡ് ഈച്ച് പേഴ്സൺ ഷുഡ് ഗിവ് ജസ്റ്റിസ് അക്കോർഡിംഗ് ടു കണ്ടീഷൻ ഓഫ് വർക്ക്. ഓരോരുത്തർക്കും അവരുടെ കണ്ടീഷൻ ഓഫ് വർക്ക് ഉണ്ട്, അവരുടെ ജോലിയുടെ സാഹചര്യങ്ങളും സ്വഭാവത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, അവർക്ക് വേണ്ട ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് അരിസ്റ്റോട്ടിൽസ് കൺസെപ്റ്റ്. ആൻഡ് ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജസ്റ്റിസ്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജസ്റ്റിസ്. ജസ്റ്റിസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എത്ര ആയിട്ട്? 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ സോഷ്യൽ ജസ്റ്റിസ്, ആൻഡ് സെക്കൻഡ് വൺ പൊളിറ്റിക്കൽ ജസ്റ്റിസ്, ആൻഡ് തേർഡ് വൺ എക്കണോമിക് ജസ്റ്റിസ്. ഇത് 3 കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ നമ്മൾ പല പ്രാവശ്യങ്ങൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞതാണ്. വാട്ട് ഈസ് മീൻ ബൈ ഇതിൽ റൈറ്റിലൊക്കെ നമ്മൾ ഈക്വാലിറ്റി, സോഷ്യൽ റൈറ്റ്, പൊളിറ്റിക്കൽ റൈറ്റ് എന്നൊക്കെ പറഞ്ഞിടത്തൊക്കെ പറഞ്ഞാൽ. അപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് ആണ് ഇവിടെ. സോഷ്യൽ ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ് ആൻഡ് എക്കണോമിക് ജസ്റ്റിസ്. Social justice means social justice argue that there will be no discrimination between the member of society on the basis of caste, religion, race and color. അല്ലേ, നമുക്കറിയാം there is no discrimination in the society. സമൂഹത്തിൽ യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും വ്യത്യാസങ്ങളും കാണപ്പെടാൻ പാടില്ല. എന്ത്? നീതിയുടെ കാര്യത്തിൽ, നീതിയിൽ ഓൺ ദ ബേസിസ് ഓഫ് എന്തിലൊക്കെ ഈ വ്യത്യാസങ്ങൾ വരുത്തരുത്? ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ് ജാതിയുടെ, റിലീജിയൻ മതത്തിൻ്റെ, ആൻഡ് റൈസ് വർഗത്തിൻ്റെ, കളറിൻ്റെ അല്ലേ. ഇതൊക്കെയാണ് സൊസൈറ്റിയിൽ ചിലപ്പം ജസ്റ്റിസ് അല്ലെങ്കിൽ അൺജസ്റ്റ് വരാൻ അതായത് അനീതി വരാനുള്ള ഓരോ കാരണങ്ങളായിട്ട് നമ്മൾ ലോകത്ത് കണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ പല സ്ഥലങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബേസിൽ എന്ത് പാടില്ല? നോ ഡിസ്ക്രിമിനേഷൻ, ഒരു വ്യത്യാസം, ഒരു വിവേചനവും പാടില്ല എന്നുള്ളതാണ് സോഷ്യൽ ജസ്റ്റിസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് എക്കണോമിക് ജസ്റ്റിസ് അല്ലേ, സാമ്പത്തികമായിട്ടുള്ള ഒരു നീതി, ഒരു സമത്വം. അതായത് എക്കണോമിക് ജസ്റ്റിസ് മീൻസ് ദോസ് റൈറ്റ് ദാറ്റ് എൻജോയ്ഡ് ബൈ എ പേഴ്സൺ ബൈ കൺസ്യൂമിങ് ഹിസ് ലൈവ്ലിഹുഡ്. അതായത് ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിക്കാനുള്ള തൊഴിൽ ചെയ്യാനും അതിൽ നിന്ന് വരുമാനം ഉൾക്കൊണ്ട് എന്ത് ചെയ്യാം, അവൻ്റെ ജീവിതം അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ആ ഒരു റൈറ്റ്, അവകാശം, അല്ലെങ്കിൽ ആ ഒരു ജസ്റ്റിസിനെ പറയുന്ന പേരാണ് എക്കണോമിക് ജസ്റ്റിസ് അല്ലേ. എക്കണോമിക് ജസ്റ്റിസ്. ഈക്വൽ വേജ് ഫോർ ഈക്വൽ വർക്ക്, തുല്യ ജോലിക്ക് തുല്യ വേതനം, അതാണ് അതിനൊരു എക്സാമ്പിൾ. റൈറ്റ് ടു വർക്ക്, ജോലി ചെയ്യാനുള്ള അവകാശം അല്ലേ. അതല്ല, സൊസൈറ്റിയിലെ ഏത് വിഭാഗത്തിനും കാസ്റ്റിൻ്റെ, റിലീജിയൻ്റെ ഒന്നും ബേസിൽ എന്ത് പാടില്ല, ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഇന്ന ജോലി ചെയ്യാൻ പറ്റുള്ളൂ, ഇന്ന ജോലി ചെയ്യാൻ പറ്റില്ല എന്നൊന്നും എന്തില്ല. ഈ സമൂഹത്തിലെ ലോവർ ക്ലാസ്സിലുള്ള ആളുകൾക്കും ഏത് ഹയർ പ്രൊഫഷനും, ഏത് ഉയർന്ന ജോലിയും സെലക്ട് ചെയ്യാനും അതിന് വേണ്ട എഡ്യൂക്കേഷൻ നേടാനും അതിന് വേണ്ടി ആ ജോലി സെലക്ട് ചെയ്യാനും അതിൽ നിന്ന് ജീവിതം ഉപാധി കണ്ടെത്താനൊക്കെ ഉള്ള എന്തുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. റിമൂവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. റിമൂവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് തൊഴിലില്ലായ്മ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ തൊഴിൽ നേടാനുള്ള ജസ്റ്റിസ് ഉണ്ട് എന്നർത്ഥം. ആൻഡ് പോവർട്ടി, ദാരിദ്ര്യം റിമൂവ് ചെയ്തിട്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ സമൂഹത്തിലെ എല്ലാവർക്കും, സൊസൈറ്റിയിൽ എല്ലാവർക്കും എന്ത് ചെയ്യുക, ഇതിനൊക്കെയുള്ള എന്തുണ്ട്, ജസ്റ്റിസ് ഉണ്ട്. ഹയർ ക്ലാസ്സിലുള്ള ആളുകൾക്ക് മാത്രമേ ഇത്ര നല്ല എഡ്യൂക്കേഷൻ നേടിയിട്ട് അല്ലെങ്കിൽ ഇത്ര നല്ല ജോലിയിലേക്ക് ഇറങ്ങാവൂ അങ്ങനെയൊന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല. എല്ലാവർക്കും അവരുടെ ലെവ്ലിഹുഡ് അല്ലേ, ജീവിതോപാധി കണ്ടെത്താനും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് പോകാനുള്ള ജസ്റ്റിസ് ഉണ്ട്. ഇതാണ്
എക്കണോമിക് ജസ്റ്റിസ് എന്ന വിഭാഗത്തിൽ പെടുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദ പൊളിറ്റിക്കൽ ജസ്റ്റിസ്. Political justice is the justice given to an individual to live as a citizen. അല്ലേ, ഒരു സിറ്റിസനായിട്ട്, ഒരു പൗരനായിട്ട് ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള നീതി ആ ഒരു പൗരന് ഉണ്ടോ അതൊക്കെ അനുഭവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ആണ് എന്ത് ഉദ്ദേശിക്കുന്നത്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്. അതിൽ ഉൾപ്പെടുന്നതാണ് എന്ത്, അഡൽട്ട് ഫ്രാഞ്ചൈസി ആൻഡ് റൈറ്റ് ടു ക്രിറ്റിസൈസ് ഗവൺമെൻറ്. അഡൽട്ട് ഫ്രാഞ്ചൈസി മീൻസ് എന്താണ്, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി. ദാറ്റ് ഈസ് എവരി സിറ്റിസൺ ആസ് ദ ഏജ് ഓഫ് 18 years should the right to participate ഷുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഇലക്ഷൻ പ്രോസസ്സ്. അല്ലേ, അതായത് 18 വയസ്സ് പൂർത്തിയായ ഏതൊരു സിറ്റിസനും ഇലക്ഷനിൽ വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് അഡൽട്ട് ഫ്രാഞ്ചൈസി. ആൻഡ് റൈറ്റ് ടു ക്രിറ്റിസൈസ് ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവും അതും എന്തിൽപ്പെടുന്നതാണ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ്, 3 പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ്. ജസ്റ്റിസിൻ്റെ 3 പ്രിൻസിപ്പിൾസ് വെറുതെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വാട്ട് ആർ ദ 3 പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചത് കണ്ടിട്ടുണ്ട്. 3 പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ്. ഫസ്റ്റ് വൺ, ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഈക്വൽ. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് പ്രൊപ്പോർഷനേറ്റ് ജസ്റ്റിസ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദ റെക്കഗ്നീഷൻ ഓഫ് സ്പെഷ്യൽ നീഡ്സ്. ഓക്കെ, ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഈക്വൽ. First principle is that equal treatment for equal. അല്ലേ, ദിസ് കൺസെപ്റ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജെർമി ബെന്താം. ആരാണത് കൊണ്ടുവന്നത്, ജെർമി ബെന്താം എന്ന ഒരാളാണ് കൊണ്ടുവന്നത്. ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഈക്വൽ. അതായത് ഈക്വലായിട്ട് സമൂഹത്തിൽ ഈക്വൽ കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക് ഈക്വൽ ട്രീറ്റ്മെൻറ്റ്, തുല്യ പരിഗണന കൊടുക്കുക. ദിസ് ഈസ് ഓൾസോ കോൾഡ് ഡെമോക്രാറ്റിക് ജസ്റ്റിസ് ഓർ ന്യൂമറിക്കൽ ജസ്റ്റിസ്. അതിനെ പറയുന്ന വേറെ പേരുകളാണ് എന്ത്, ഡെമോക്രാറ്റിക് ജസ്റ്റിസ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ ജസ്റ്റിസ് എന്നൊക്കെ. ദ റിസോഴ്സസ് ഓഫ് എ കൺട്രി, റൈറ്റ്സ്, ഫ്രീഡം ഷുഡ് ബി ഈക്വലി ഡിവൈഡഡ് ബിറ്റ്വീൻ ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് നോ വൺ ഷുഡ് നോട്ട് ബി ഡിസ്ക്രിമിനേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ ആൻഡ് റൈസ്. അപ്പോൾ നമുക്കറിയാം ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഈക്വൽ. അതായത് ഈക്വലായിട്ട്, അതായത് ഒരു രാജ്യത്തുള്ള സിറ്റിസൻസ്, അത് ആ രാജ്യത്തെ സംബന്ധിച്ച്, ആ കൺട്രിയെ സംബന്ധിച്ച് എല്ലാ സിറ്റിസൻസും ആരാണ്, ഈക്വലാണ്, തുല്യമായിട്ടുള്ള ആളുകളാണ്. എല്ലാവർക്കും തുല്യ പരിഗണന കൊടുക്കേണ്ടത്. അപ്പോൾ അവർ ഈക്വലായിട്ട് എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. അവർക്ക് തുല്യ പരിഗണന കൊടുക്കണം. എന്തിലൊക്കെ അവർക്ക് പരിഗണന കൊടുക്കണം, നമുക്കറിയാം. റിസോഴ്സസ് ഓഫ് കൺട്രി, രാജ്യത്തെ ലഭ്യമായിട്ടുള്ള റിസോഴ്സസ് എന്തൊക്കെയാണ്, അവിടെ ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ, അത് എല്ലാ വിഭാഗം സിറ്റിസൻസും എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കണം. അല്ലേ, അതായത് ഹയർ ക്ലാസ്സിലുള്ള ആളുകൾ മാത്രം അല്ലെങ്കിൽ ഹയർ കാസ്റ്റിലുള്ള ആളുകൾക്ക് മാത്രം അത് അവൈലബിൾ ആവുന്ന രൂപത്തിലും, ലോവർ ക്ലാസ്സിലുള്ള അതല്ലെങ്കിൽ ഫാർമേഴ്സ് അങ്ങനെ പോലെ സൊസൈറ്റിയിലെ ലോവർ ക്ലാസ്സിലുള്ള ആളുകൾക്ക് അത് അൺഅവൈലബിൾ ആകുന്ന ഒരു സിറ്റുവേഷൻ വരുത്താൻ പാടില്ല. രാജ്യത്തുണ്ടാകുന്ന എല്ലാ റിസോഴ്സസും ഓൾ സിറ്റിസൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന രൂപത്തിലായിരിക്കണം. റൈറ്റ്സ് എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തെല്ലാം റൈറ്റ്സുകൾ പറയുന്നുണ്ടോ അത് എല്ലാ സിറ്റിസൻസിനും എന്ത് ചെയ്യണം, ഈക്വലായിട്ട് കിട്ടണം. ഫ്രീഡം, അല്ലേ, സ്വാതന്ത്ര്യം, ഷുഡ് ബി ഈക്വലി ഡിവൈഡഡ് ബിറ്റ്വീൻ ഇറ്റ്സ് മെമ്പേഴ്സ്. സൊസൈറ്റിയിലെ അല്ലെങ്കിൽ രാജ്യത്തെ എല്ലാ മെമ്പേഴ്സിനും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. ആൻഡ് നോ വൺ ഷുഡ് നോട്ട് ബി ഡിസ്ക്രിമിനേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ ആൻഡ് റേസ്. അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിസ്ക്രിമിനേഷൻ വരുന്നത് ഏതൊക്കെ ബേസിലാണ്, ജാതിയുടെയും മതത്തിൻ്റെയും കളറിൻ്റെയും ഒക്കെ വർഗത്തിൻ്റെയൊക്കെ ബേസിലാണ് ഈ ഡിസ്ക്രിമിനേഷൻ. ഈ ഒരു ഡിസ്ക്രിമിനേഷൻ വരുന്നത് സൊസൈറ്റിയിൽ. അപ്പോൾ ഇതിൻ്റെ ബേസിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, അവർക്ക് ഒരു ഡിസ്ക്രിമിനേഷൻ കൊടുക്കാൻ പാടില്ല. അവരെല്ലാവരും ഈക്വലായിട്ട് രാജ്യം കണക്കാക്കണം, അല്ലെങ്കിൽ ഈക്വലായിട്ട് റിസോഴ്സസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇതാണ് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഈക്വൽ. ഈ കൺസെപ്റ്റ് ആരാ കൊണ്ടുവന്നത്, ജെർമി ബെന്താം.
ഓർക്കണേ, ജേമി ബെൻതാം. അല്ലെങ്കിൽ ഇതിനെ പറയുന്ന ഈ പ്രിൻസിപ്പിളിനെ പറയുന്ന പേരാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും, വാട്ട് ഈസ് മീൻ ബൈ ഡെമോക്രാറ്റിക് ജസ്റ്റിസ് ഓർ വാട്ട് ഈസ് മീൻ ബൈ ന്യൂമറിക്കൽ ജസ്റ്റിസ്. അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിലും എന്തായിരുന്നു ആൻസർ പറയേണ്ടത്? ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഈക്വൽ എന്നതാണ് എന്ത് ചെയ്യുക, ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജേമി ബെന്താമാണെന്നും കൂടെ ഓർത്ത് വെക്കണം. നെക്സ്റ്റ്, പ്രൊപ്പോർഷനേറ്റ് ജസ്റ്റിസ്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ് ഏതാ? പ്രൊപ്പോർഷനേറ്റ് ജസ്റ്റിസ്. Now what is mean by proportionate justice? This principle conveys that equal should be treated as equal and unequal should be treated as unequal. ഇത് ആരെ കൺസെപ്റ്റ് ആയിരുന്നു? ഈക്വൽ ഷുഡ് ബി അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ, അത് കഴിഞ്ഞിട്ട് ആരേനും സോക്രട്ടീസിൻ്റെ ഒറ്റ കൺസെപ്റ്റ് അല്ലേ നോക്കണം. അപ്പോൾ ഈക്വൽ ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഈക്വൽ ആൻഡ് അൺഈക്വൽ ഷുഡ് ബി ട്രീറ്റഡ് ആസ് അൺഈക്വൽ. അതായത് സമൂഹത്തിൽ ഒരേ ലെവലിൽ നിൽക്കുന്ന ആളുകളെ തുല്യമായിട്ട് കരുതണം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരാളുകൾക്ക് അവർക്ക് അവരുടെ കണ്ടീഷൻ ഓഫ് വർക്ക്, അവരുടെ ജോലിയുടെ സാഹചര്യം വെച്ചിട്ടാണ് അവർക്ക് റൈറ്റ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അധ്യാപകർക്ക് ഉയർന്ന പരിഗണനയും പിന്നെ അതുപോലെ തന്നെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഫാമേഴ്സിന് വേറെ ഉയർന്ന പരിഗണന, അവർക്ക് തമ്മിലുള്ള വ്യത്യാസം എന്നല്ല പറഞ്ഞത്. അവരെ കണ്ടീഷൻ ഓഫ് വർക്കിൻ്റെ ബേസിൽ അവർക്ക് തുല്യ പരിഗണന കൊടുക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. ആൻഡ് ഈച്ച് പേഴ്സൺ ഷുഡ് ഗീവ് ജസ്റ്റിസ് അക്കോർഡിംഗ് ടു ദ വർക്ക്. കണ്ടോ, മനസ്സിലായല്ലോ? ഓരോ പേഴ്സണും അവരുടെ അക്കോർഡിംഗ് ടു ദെയർ വർക്ക്, അവർ ജോലി ചെയ്യുന്ന ഫീൽഡ് എന്താണോ, അവരുടെ കണ്ടീഷൻ ഓഫ് വർക്ക് എന്താണോ അതിൻ്റെ ബേസിലുള്ള ജസ്റ്റിസ് കൊടുക്കണം. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു IT ഫീൽഡിൽ ഇപ്പോൾ ഒരു വുമൺ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് നമ്മൾ പറഞ്ഞു. ഷിഫ്റ്റ് ജോലി ചെയ്യുന്ന സമയത്ത് അവർക്കൊരു സെക്യൂരിറ്റിനെ രാത്രി കാലങ്ങൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള കാര്യം കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിരുന്നു. അത് അവരുടെ കണ്ടീഷൻ ഓഫ് വർക്കിൻ്റെ ബേസിൽ കൊടുക്കുന്ന ജസ്റ്റിസാണ്. അതുപോലെ ഒരു ടീച്ചറിന്, ഒരു ഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിന് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതിൻ്റെ ഒരു അവരുടെ ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ ആ ജസ്റ്റിസ് അവർക്ക് വേണ്ട. അതാണ് അൺഈക്വൽ ഷുഡ് ബി ട്രീറ്റഡ് ആസ് അൺഈക്വൽ. അപ്പോൾ ഈ ഓരോ വർക്കിംഗ് കണ്ടീഷന് വെച്ചിട്ട് ഓരോരുത്തർക്കും വേണ്ട ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പ്രൊപ്പോർഷനേറ്റ് ജസ്റ്റിസ് എന്ന ജസ്റ്റിസിൻ്റെ മൂന്നാമത്തെ പ്രിൻസിപ്പിൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്തത് റെക്കഗ്നീഷൻ ഓഫ് സ്പെഷ്യൽ നീഡ്സ്. റെക്കഗ്നീഷൻ ഓഫ് സ്പെഷ്യൽ നീഡ്സിലെ സ്പെഷ്യൽ നീഡ്സ്, അതായത് ചില പ്രത്യേക ആവശ്യങ്ങൾ, ചില പ്രത്യേക പരിഗണനകൾ കിട്ടേണ്ട വിഭാഗം ഉണ്ടാവും. നോക്കാം. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ അലൗഡ് ഫോർ റിസർവേഷൻ ഓഫ് ഗവൺമെൻറ് ജോബ്സ് ആൻഡ് അഡ്മിഷൻ ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ പീപ്പിൾ ബിലോങ്ങിങ്സ് ടു SC ടു മെയിൻറ്റെയിൻ ഈക്വൽ ജസ്റ്റിസ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ചാപ്റ്റർ അഫിർമേറ്റീവ് ആക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ റൈറ്റിൻ്റെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ്, സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്നൊക്കെ, അതന്നെ ഇവിടെ ഉദ്ദേശിച്ചത് റെക്കഗ്നീഷൻ ഓഫ് സ്പെഷ്യൽ നീഡ്സ്. അതായത് എന്തിലൊക്കെ SC ST വിഭാഗങ്ങൾ, ഇവരൊക്കെ എന്താണ് ലോവർ കാസ്റ്റിൽ പെടുന്ന വിഭാഗക്കാരാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യാൻ, സൊസൈറ്റിയിൽ ജസ്റ്റിസ് അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തിൽ വേണം? ഗവൺമെൻറ് ജോബുകളും അതുപോലെ തന്നെ അഡ്മിഷൻ ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള അവരുടെ അഡ്മിഷൻ്റെ കാര്യത്തിലേക്ക് എന്ത് വേണം? ഗവൺമെൻറ് എന്ത് ഫോളോ ചെയ്യുന്നുണ്ട്? റിസർവേഷൻ പോളിസി ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആകുമ്പോഴേ എന്തുണ്ടാവുള്ളൂ? ഈക്വൽ ജസ്റ്റിസ് എന്ന കൺസെപ്റ്റ് യാഥാർത്ഥ്യമാവുകയുള്ളൂ. അതാണ് ജസ്റ്റിസിൻ്റെ മൂന്നാമത്തെ പ്രിൻസിപ്പിൾ വരുന്നത്, റെക്കഗ്നീഷൻ ഓഫ് സ്പെഷ്യൽ നീഡ്സ്. ഇപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ ദ 3 പ്രിൻസിപ്പിൾസ് ഓഫ് വിച്ച് ആർ ദ 3 പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ് എന്ന് ചോദിച്ചാൽ ഈ 3 പറയണം. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ മാർക്കിനനുസരിച്ച് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതണം. ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുന്നത് ജോൺ റോൾസ് തിയറി ഓഫ് ജസ്റ്റിസ്. ജോൺ റോൾസിൻ്റെ തിയറി, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഭാഗമാണ് ഈ ചാപ്റ്ററിൽ. ജോൺ റോൾസ് തിയറി ഓഫ് ജസ്റ്റിസ്. ജോൺ റോൾ ഈസ് ആൻ അമേരിക്കൻ ഫിലോസഫർ ഹൂസ് ഫേമസ് ബുക്ക് ഈസ് ദ തിയറി ഓഫ് ജസ്റ്റിസ്. അദ്ദേഹം ആരാണ്? ഒരു അമേരിക്കൻ ഫിലോസഫറാണ് ജോൺ റോൾ. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് തിയറി ഓഫ് ജസ്റ്റിസ്. ഇപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിലും ഈ ചാപ്റ്ററിലൊക്കെ ആയിട്ട് പലതരത്തിലുള്ള ബുക്കും
അവരുടെ അതാരാണ് ഓതേഴ്സ് ആരാണ്, ആരാ എഴുതിയതെന്ന് പറയുന്നുണ്ട്. അത് പഠിക്കണം, നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പ്ലാറ്റോൻ്റെ റിപ്പബ്ലിക് അറിഞ്ഞിരുന്നു. ഇപ്പം ഇവിടെ ആരാ, ജോൺ റോളിൻ്റെ ബുക്കിൻ്റെ പേരെന്താ, തിയറി ഓഫ് ജസ്റ്റിസ്. നെക്സ്റ്റ്, ഹി ആർഗ്യൂഡ് ദാറ്റ് ഓൺലി വേ വി ക്യാൻ arrive at a fair and justice rule, it does not know all position and status in the future society. അപ്പോൾ റോൾ ഡിസ്ക്രൈബ് ദിസ് തിങ്കിങ് അണ്ടർ വെയിൽ ഓഫ് ഇഗ്നോറൻസ്. അപ്പോൾ ഈ ജോൺ റോളിൻ്റെ തിയറി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 222 222 പേജിൽ കുറച്ചും കൂടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ വായിക്കുന്നുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും നോക്കണം ഞാൻ പറയുന്ന സമയത്ത്, എന്നിട്ട് കുറച്ചും കൂടെ ഒരു എക്സ്പ്ലെയിൻ ചെയ്താൽ അത് മനസ്സിലാവും ഈ തിയറി എന്താണെന്ന്. ഈ തിയറിൻ്റെ പേരെന്താണെന്നറിയോ, വെയിൽ ഓഫ് ഇഗ്നോറൻസ്. റോൾസ് ഡിസ്ക്രൈബ് ദിസ് തിങ്കിങ് അണ്ടർ എ വെയിൽ ഓഫ് ഇഗ്നോറൻസ് എന്നല്ല. അപ്പോൾ വെയിൽ ഓഫ് ഇഗ്നോറൻസ് എന്ന തിയറി ആണ് ആരുടെ, ജോൺ റോൾ. ഇനി എന്താണ് വെയിൽ ഓഫ് ഇഗ്നോറൻസ്? ഈച്ച് പേഴ്സൺ ഡസ് നോട്ട് നോ what would be his position or status in the society. In other words, he is ignorant of whether he would belong to rich or poor class, upper or lower caste, educated or ignorant section, etc. Thus each person is wearing a veil of ignorance regarding his position in society. അതായത് ഓരോ വ്യക്തിക്ക്, സൊസൈറ്റിയിലുള്ള ഓരോ ഇൻഡിവിജ്വലും അവരുടെ പൊസിഷന്, ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊസിഷനിലാണ് നിൽക്കുക. ചിലപ്പം ചിലർ എന്താണ് എഡ്യൂക്കേഷനിൽ ബാക്ക്വേർഡ് ആവും, ചില എഡ്യൂക്കേഷനിൽ ഫോർവേഡ് അല്ല ഹയർ ലെവലിലുള്ളതായിരിക്കും. ചിലപ്പം കാസ്റ്റിൻ്റെ ബേസിസ് ലോവർ കാസ്റ്റ്, ഹയർ കാസ്റ്റ്, ചിലപ്പം കളറിൻ്റെ ബേസിലുള്ള ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇത് വരുമല്ലോ. അപ്പോൾ അങ്ങനെ കാസ്റ്റിൻ്റെ ക്രീഡ് അല്ലെങ്കിൽ എക്കണോമിക്കലായിട്ടുള്ള സ്റ്റാറ്റസിൻ്റെ ബേസിലൊക്കെ എന്തുണ്ടാവും, ഒരു കാറ്റഗറൈസേഷൻ, ഒരു വ്യത്യാസം, ഒരു ഡിഫറൻസിയേഷൻ വരും. പക്ഷേ ഈ സൊസൈറ്റിയിലുള്ള ആളുകൾ എന്താണ്, ഇതിനെ പറ്റിയിട്ട് എന്തെല്ലാം ബോധേഡ് അല്ല, അവരതിനെ പറ്റിയിട്ട് ശ്രദ്ധിക്കുന്നില്ല. അല്ലെങ്കിൽ എന്താണ് തൻ്റെ പൊസിഷൻ എന്നതിനെ കുറിച്ചിട്ട് ഒരു വ്യക്തി ബോധേഡ് അല്ലാതെ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷനെ പറയുന്ന പേരാണ് എന്താണ്, വെയിൽ ഓഫ് ഇഗ്നോറൻസ്. വെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഈ മുഖമൂടി എന്നൊക്കെ പറഞ്ഞത്. ഈ നമ്മൾ ക്രിസ്ത്യൻസിൻ്റെ ഇവരുണ്ടാവില്ല, സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ തലയിലുണ്ടാവുമല്ലോ ഒരു സാധനം, ഒരു തട്ടം പോലെ. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ഈ വെയിൽ എന്നുള്ള അർത്ഥം. അപ്പോൾ അത് ആ വെയിൽ നിന്നോട് ഇവിടെ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിട്ടാൽ ശരിക്കും അദ്ദേഹത്തിൻ്റെ എന്താണ് യഥാർത്ഥത്തിലുള്ളത് എന്നുള്ള ഒരവസ്ഥയിൽ നിന്ന് ഒരു മറയായിട്ട് നിൽക്കും. അപ്പോൾ സൊസൈറ്റിയിൽ അദ്ദേഹത്തിൻ്റെ പൊസിഷനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പൊസിഷനെ കുറിച്ചിട്ട് അദ്ദേഹം അധികം ബോധേഡ് അല്ല. ചിലപ്പോൾ അയാൾ ഹയർ ക്ലാസ്സിലുള്ളതായിരിക്കും, ചിലപ്പോൾ ലോവർ ക്ലാസ്സിലുള്ളതായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള എഡ്യൂക്കേഷനിൽ ബാക്ക്വേർഡ് അല്ലെങ്കിൽ ഫോർവേഡൊക്കെ ആയിരിക്കും. പക്ഷേ അദ്ദേഹം അതിനെപ്പറ്റി ബോധേഡ് അല്ല. അപ്പം ആ ഒരു സ്റ്റാറ്റസ്, തൻ്റെ പൊസിഷൻ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ബോധേഡ് ആവാത്തത് കൊണ്ട് എന്തായിരിക്കും, എല്ലാവർക്കും സൊസൈറ്റിയിൽ തുല്യ പരിഗണന കിട്ടും, അല്ലെങ്കിൽ അതിനൊരു അവസരം അവിടെ വരും. ഇപ്പം നമ്മൾ നോക്കാം എന്തുകൊണ്ടാണ് സൊസൈറ്റിയിൽ ഇങ്ങനെ ഡിസ്ക്രിമിനേഷൻ വരുന്നത്. ചില ആളുകൾ ചിന്തിക്കും ഞങ്ങൾ ഹയർ ക്ലാസ്സിലുള്ളതാണ്, മറ്റേ ആളുകൾ എന്താണ് ഓൾറെഡി ലോവർ ക്ലാസ്സിലുള്ള, അപ്പോൾ അവർ ചിന്തിക്കുകയാണ് ഞങ്ങൾ ലോവർ ക്ലാസ്സിലാണ്. അപ്പോൾ ഈ ഇവരുടെ ചിന്തയിലുള്ള ഡിസ്ക്രിമിനേഷൻ കൊണ്ടുമാണ് സ്വാഭാവികമായിട്ട് സൊസൈറ്റിയിൽ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് വരുന്നത്. ഇവരിതിനെപ്പറ്റി ബോധേഡ് അല്ലാതിരിക്കുന്ന സമയത്താണെങ്കിലോ ഞങ്ങളെല്ലാവരും ഒരുപോലെയാണെന്നുള്ളൊരു കൺസെപ്റ്റാണെന്നുണ്ടെങ്കിൽ ശരിക്കും ആ വെയിൽ ഓഫ് ഇഗ്നോറൻസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ രൂപത്തിലുള്ള കാര്യങ്ങൾ കിട്ടുന്നു, എനിക്ക് കിട്ടുന്ന പോലെ മറ്റുള്ളവർക്കും കിട്ടണം, ആ ഒരു കൺസെപ്റ്റായിരിക്കും ഉണ്ടാവുക അല്ലേ. അത് എഡ്യൂക്കേഷനിലെ കാര്യത്തിൽ, എക്കണോമിക്കലായിട്ടുള്ള സ്റ്റാറ്റസിൻ്റെ കാര്യത്തിൽ, ഇപ്പോൾ സൊസൈറ്റിയിൽ ഹയർ എക്കണോമിക് സ്റ്റാറ്റസിലുള്ളവരും ലോവർ എക്കണോമിക് സ്റ്റാറ്റസിലുള്ള ആളുകളും ഉണ്ടാവും. അപ്പോൾ ഇവർ വിചാരിക്കുകയാണെങ്കിൽ ഞങ്ങൾ യാതൊരു ഹയർ പൊസിഷനിലല്ല, അല്ലെങ്കിൽ അതുകൊണ്ട് വലിയ കാര്യമില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണെന്നിടെ ഹയർ സ്റ്റാറ്റസിലുള്ള ആളുകൾ, ഹയർ എക്കണോമിക് സ്റ്റാറ്റസിലുള്ള ആളുകൾക്ക് അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവുമോ? ഇല്ല. മറ്റുള്ള താഴ്ന്ന
വിഭാഗത്തിലുള്ള ആളുകൾ വിചാരിക്കും ഞങ്ങൾ താഴ്ന്ന തരത്തിലുള്ള ആണെന്നുള്ള ആ ഒരു കോംപ്ലക്സ് അവർക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു കൺസെപ്റ്റ്, ഇങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകുന്ന സമയത്താണ് സൊസൈറ്റിയിൽ ജസ്റ്റിസ് എന്തുണ്ടാവുള്ളൂ, ക്രിയേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. അതാണ് ആരുടെ അഭിപ്രായം? ജോൺ റോളിൻ്റെ അഭിപ്രായം. ആ ഒരു കൺസെപ്റ്റിനെ പറയുന്ന പേരാണ് വെയിൽ ഓഫ് ഇഗ്നോറൻസ് അല്ലേ? വെയിൽ ഓഫ് ഇഗ്നോറൻസ്. ഇഗ്നോറൻസ് എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ അല്ലെങ്കിൽ അജ്ഞത, അതിൻ്റെ ഒരു മുഖപാഠം. അപ്പോൾ ഇവരതിനെപ്പറ്റി ബോധവാടാവാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ പറയുന്നുണ്ട്, അക്കോർഡിംഗ് ടു റോൾസ് സച്ച് എ സൊസൈറ്റി ഈസ് ക്രിയേറ്റഡ് നോട്ട് ത്രൂ ചാരിറ്റി ഓർ മൊറാലിസ്റ്റിക് തിങ്കിങ് ബട്ട് ത്രൂ റാഷണൽ തിങ്കിങ് ആൻഡ് റെസ്പോൺസ്. ഇപ്പം ഇവർ ഈ സൊസൈറ്റിയിലെ ആളുകൾ ഇങ്ങനെ ഈ വെയിൽ ഓഫ് ഇഗ്നോറൻസ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ചിന്തിക്കുന്നത് എന്തുകൊണ്ടല്ല? ത്രൂ ചാരിറ്റി ഓർ മൊറാലിസ്റ്റിക് തിങ്കിങ്, അവരുടെ ഒരു ചാരിറ്റി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ധാർമ്മികമായിട്ടുള്ള ചിന്താഗതി വരുന്നതുകൊണ്ടല്ല, ബട്ട് ത്രൂ റാഷണൽ തിങ്കിങ്, അവരുടെ യുക്തിഭദ്രമായിട്ടുള്ള ചിന്ത. അവർ യുക്തിഭദ്രമായി ആലോചിക്കുകയാണ് ഇതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഇതുണ്ടാവുമല്ലോ, നമ്മുടെ യുക്തിക്കനുസരിച്ച് പെരുമാറുക, അല്ലെങ്കിൽ നമ്മുടെ മതം അങ്ങനെയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ മൊറാലിറ്റി അങ്ങനെയാണ് വേണ്ടത്, അങ്ങനത്തെ ഒരു മോറൽ ചിന്തയല്ല, റേഷണൽ ആയിട്ടുള്ള ഒരു തിങ്കിങ് ആണ്. ദിസ് ഈസ് ദ റീസൺ വൈ റോൾസ് തിയറി ഈസ് റിഗാർഡഡ് ആസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഡിസ്കഷൻ ഓഫ് ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ്. അപ്പോൾ അതുകൊണ്ടാണ് റൗളിൻ്റെ തിയറി ഇത്ര ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് ജോൺ റോൾസ് തിയറി ഓഫ് ജസ്റ്റിസ്. വെയിൽ ഓഫ് ഇഗ്നോറൻസ് എന്നുള്ള ആ പേര് ഇവിടെ വരണം. പിന്നെ എന്താണെന്ന് പറയണം. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ കൂടെ വായിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു എക്സ്പ്ലനേഷൻ അതിൽ കിട്ടും. ഇനി അഡ്വാൻറ്റേജ് ഓഫ് ദിസ് കൺസെപ്റ്റ്, ഈ ഒരു കൺസെപ്റ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ജോൺ റോളിൻ്റെ ഈ തിയറിയുടെ ദ തിങ്കിങ് അണ്ടർ ദ വെയിൽ ഓഫ് ഇഗ്നോറൻസ് വിൽ ഹെൽപ്പ് ഇൻ അറൈവിങ് എ സിസ്റ്റം ഓഫ് ഫെയർ ആൻഡ് ലോസ് ആൻഡ് പോളിസീസ്. നമ്മൾ പറഞ്ഞല്ലോ, ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് സ്വാഭാവികമായും സൊസൈറ്റിയിൽ എന്ത് വരും? സൊസൈറ്റിയിൽ നീതിയും അതുപോലെ തന്നെ സമാധാനമൊക്കെ വരും. ജസ്റ്റിസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അർത്ഥം. വി ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് ദ ലോ ആൻഡ് പോളിസീസ് മെയ്ഡ് ബൈ ഗവൺമെൻറ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ ഓൾ പീപ്പിൾ. അപ്പം ഇങ്ങനെ ആകുന്ന സമയത്ത് സൊസൈറ്റിയിലെ എല്ലാ ജനങ്ങളും ചിന്തിക്കൽ ഏത് രൂപത്തിലാണ്? ഈ ഒരു ഗവൺമെൻറ് കൊണ്ടുവരുന്ന പോളിസിയിലോ നിയമങ്ങളെ ഞങ്ങൾ എല്ലാവർക്കും, സൊസൈറ്റിയിലുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും നേട്ടമുണ്ടാക്കുന്നതാണ് എന്ന് എന്ത് ചെയ്യും? എല്ലാ തരത്തിലുള്ള ആളുകളും ചിന്തിക്കും. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ ചില സമയത്ത് ചില പദ്ധതികളൊക്കെ എന്ത് ചെയ്യും കൊണ്ടുവരുന്ന സമയത്ത് അത് ലോവർ ലെവലിലുള്ള ആൾക്കാർ ചിന്തിക്കൽ ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്, മറ്റുള്ളവർക്ക് ഇത് പാടില്ല എന്നുള്ള ചിന്താഗതി വരില്ല. എല്ലാവർക്കും എല്ലാ പോളിസീസും എല്ലാ ലോസും ഗവൺമെൻറ്റിൻ്റെ ബാധകമാകുന്ന രൂപത്തിലേക്ക് സൊസൈറ്റി ചിന്തിക്കാൻ തുടങ്ങും. അതിൻ്റെ മൂന്നാമത്തെ അഡ്വാൻറ്റേജ്, ദ ലോ മെയ്ഡ് ബൈ ദ ഗവൺമെൻറ് വിൽ ബി ഈക്വലി ബെനിഫിഷ്യൽ ഫോർ ബോത്ത് ദ അപ്പർ ആൻഡ് ലോവർ ക്ലാസ് ഓഫ് ദ സൊസൈറ്റി. അല്ലേ? എല്ലാവർക്കും ഗവൺമെൻറ് കൊണ്ടുവരുന്ന എല്ലാ നിയമങ്ങളുടെയും ബെനിഫിഷ്യറി ആർക്കൊക്കെ കിട്ടും? ബോത്ത് ലോവർ ക്ലാസ് ആൻഡ് അപ്പർ ക്ലാസ്. ലോവർ ക്ലാസ്സിനും കിട്ടും, അതുപോലെ തന്നെ ഹയർ ക്ലാസ്സിനും കിട്ടും. അപ്പോൾ ഇതാണ് അഡ്വാൻറ്റേജ്. അപ്പം ജോൺ റോൾസിൻ്റെ തിയറി എന്താണ്, അതിൻ്റെ തിയറിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ, അതുപോലെ തന്നെ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് കൺസെപ്റ്റ്, ഈ കൺസെപ്റ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഈ ചാപ്റ്ററിലെ അവസാന ഭാഗമാണ് ഫ്രീ മാർക്കറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ്. ഫ്രീ മാർക്കറ്റ് സിസ്റ്റം. അപ്പോൾ സ്വതന്ത്ര വ്യാപാരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഫ്രീ മാർക്കറ്റ്. അപ്പോൾ ഇൻ ദിസ് സിസ്റ്റം ഇൻഡിവിജ്വൽസ് വിൽ ബി ഫ്രീ ടു ഓൺ പ്രോപ്പർട്ടി ആൻഡ് എൻ്റർ ഇൻ കോൺട്രാക്റ്റ്. അതായത് വ്യക്തികൾക്ക് സ്വതന്ത്രമായിട്ട് എന്ത് ചെയ്യാം, ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു എക്കണോമിക്കലായിട്ടുള്ള ഫീൽഡിലേക്ക് പ്രൈവറ്റായിട്ടുള്ള വ്യക്തികൾക്കും സ്വതന്ത്രമായിട്ട് കടന്നു വരുന്ന ബിസിനസ്സിൽ പങ്കാളികളാനും അതിൻ്റെ ലാഭം എടുക്കാനും അതിൻ്റെ വില നിശ്ചയിക്കാനും ഒക്കെ ഉള്ള ആ ഒരു കൺസെപ്റ്റാണ് എന്ത്, ഫ്രീ മാർക്കറ്റ്.
ഇപ്പോൾ എക്കണോമിക്കലായിട്ടുള്ള ഫീൽഡൊക്കെ കുറേയൊക്കെ എന്തായിട്ട് അങ്ങനായി മാറിയിട്ടുണ്ട് ഫ്രീ മാർക്കറ്റ്. അതായത് സ്റ്റേറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ എന്നർത്ഥം, ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ ഇല്ലാതെ വ്യക്തികൾക്ക് എന്ത് ചെയ്യുക, ഓരോ പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തികൾക്കും അവരുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആക്കാനും അതിന് വേണ്ട പ്രൈസ് നിശ്ചയിക്കാനും അവർക്കുള്ള അവകാശമുണ്ട്. അതാണ് ഈ ഫ്രീ മാർക്കറ്റ് എന്നത് ഉദ്ദേശിക്കുന്നുണ്ട്. ഈസ് വിത്ത് അതർ റിഗാർഡിംഗ് പ്രൈസസ് ആൻഡ് വേജസ് ആൻഡ് പ്രോഫിറ്റ്. അപ്പോൾ എന്താണ്, പ്രൈസിൻ്റെ കാര്യത്തിൽ പിന്നെ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന വേജ്, ശമ്പളത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ പ്രോഫിറ്റ്, അതിൽ നിന്ന് കിട്ടുന്ന ലാഭം, ഇതിനൊക്കെ കൺട്രോൾ ആർക്കായിരിക്കും? പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനായിരിക്കും, സ്വകാര്യ വ്യക്തികൾക്കായിരിക്കും. ഗവൺമെൻറ് എന്തുണ്ടാവില്ല, കൺട്രോൾ ഉണ്ടാവില്ല. ഹിയർ ഇൻഡിവിജ്വൽസ് ആർ ഫ്രീ ടു കോമ്പാക്ട് വിത്ത് അതേഴ്സ് ടു ഗെയിൻ പ്രോഫിറ്റ്. ഓരോ വ്യക്തികൾക്കും മറ്റുള്ളവരുമായിട്ട് മത്സരിച്ച് എന്ത് ചെയ്യും, അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഗുണനിലവാരമൊക്കെ ഉയർത്തിയിട്ട് അതിന് വേണ്ട പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള അവസരങ്ങളൊക്കെ വ്യക്തികൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മേക്ക് പ്രോഫിറ്റ് മോട്ടീവ് ആൻഡ് മാർക്കറ്റ് പ്രോഫിറ്റ് മോട്ടീവ് ആൻഡ് ബേസ്ഡ് ഓൺ കോമ്പറ്റീഷൻ. ദിസ് പേഴ്സൺ with merit and talent can exist in this competition and the other will be eliminated. അപ്പോൾ എന്തായാലും മാർക്കറ്റ് പ്രോഫിറ്റ് മോട്ടീവ് ആൻഡ് ബേസ്ഡ് ഓൺ കോമ്പറ്റീഷൻ അല്ലേ, അത് മോട്ടീവാണ്, എപ്പോഴും ചലനാത്മകമാണ് ഈ ഫ്രീ മാർക്കറ്റ്. ആൻഡ് കോമ്പറ്റീഷൻ നിറഞ്ഞതാണ്. ഇപ്പോൾ നമ്മുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ജനങ്ങൾ എന്ത് ചെയ്യില്ല, ആ പ്രൊഡക്റ്റ് വാങ്ങൂല. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഇല്ലാതെ പോകും, അത് അവിടുന്ന് എലിമിനേറ്റ് ചെയ്യപ്പെടും അല്ലേ. അപ്പോൾ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് ജനങ്ങൾക്ക് അതിനാവശ്യക്കാരുണ്ടാവും. ദ പേഴ്സൺ വിത്ത് മെറിറ്റ് ആൻഡ് ടാലൻറ്റ് ക്യാൻ എക്സിസ്റ്റ് ഇൻ ദിസ് കോമ്പറ്റീഷൻ ആൻഡ് അതർ വിൽ ബി എലിമിനേറ്റഡ്. സാമർഥ്യവും കഴിവുള്ള ആളുകൾ മാത്രമേ ഈ ഫ്രീ മാർക്കറ്റ് സിസ്റ്റത്തിൽ എന്ത് ചെയ്യുള്ളൂ, എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റെന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ നമുക്കറിയാം പല പ്രൊഡക്റ്റുകളും, ഇപ്പോൾ നമ്മുടെ ഒരു മാർക്കറ്റിലേക്ക് ചെന്നിട്ട് പോയിട്ട് നമ്മൾ ഒരു സെയിം പ്രൊഡക്റ്റിൻ്റെ ഡിഫറെൻറ്റ് കമ്പനികൾ കാണും അല്ലേ, പലതിനും പല പ്രൈസസ് ആയിരിക്കും. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റികൾ ഉണ്ടാവും. അപ്പോൾ ജനങ്ങൾ അധികം എന്ത് ചെയ്യുക ചെയ്യുന്നത്, ഈ ക്വാളിറ്റി നോക്കിയിട്ട് ആളുകൾ വാങ്ങാൻ നോക്കും. ചിലപ്പോൾ പ്രൈസിൻ്റെ വില അധികമാണെങ്കിൽ പ്രൈസ് അധികമാണെങ്കിൽ കൂടിയിട്ട് ക്വാളിറ്റി നോക്കിയിട്ട് വാങ്ങും. അപ്പോൾ പല സാധനങ്ങളും നമുക്കറിയാം, പണ്ട് അവൈലബിൾ ആകുന്ന പല കമ്പനികളുടെ സാധനങ്ങളും ഇപ്പോൾ എലിമിനേറ്റ് ചെയ്യപ്പെട്ട് മാർക്കറ്റിൽ നിന്ന് പോയിട്ടുണ്ട്. കാരണം ജനങ്ങൾ അത് വാങ്ങുന്നില്ല, ക്വാളിറ്റിയിലുള്ള അവിടെ ഡിഫറൻസ്, അതിനേക്കാളും നല്ല പ്രൊഡക്റ്റ് വരുന്നത് കൊണ്ട്. ഇപ്പോൾ ഇവിടെ ഇതാണ് ഫ്രീ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ഉണ്ടാകുന്ന ഡൗട്ട് എന്താണ്, ഇത് സാധാരണ ജനങ്ങളെ ബാധിക്കൂലേന്ന്. അത് ശരിക്കും സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ച സമൂഹത്തിലെ ലോവർ ലെവലിലുള്ള ആളുകളിത് ബാധിക്കുന്നുണ്ട്. കാരണം പ്രൈസ് ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റിൻ്റെതും പ്രൈവറ്റ് ഇൻഡിവിജ്വൽ അവരുടെ ഒരു വില നിശ്ചയിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് സമൂഹത്തിലെ മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്സിലെ ആളുകൾക്ക് താങ്ങാവുന്നതിലപ്പുറമാവും. അപ്പോൾ അതിനാണ് ചിലപ്പം ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷനും അല്ലെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യുക, അവരുടെ ഇതുപോലെ തന്നെ സപ്ലൈക്കോ അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ, റേഷൻ ഷോപ്പ്, അതിലൂടെയൊക്കെ എന്ത് ചെയ്യുക, അവരുടെ ഒരു മീഡിയം ലെവലുള്ള പ്രൈസ് വെച്ചിട്ട് പ്രൊഡക്റ്റുകളൊക്കെ ഡിസ്ട്രിബ്യൂട്ടൊക്കെ ചെയ്യുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവർക്ക് ഒരു താങ്ങാവാൻ വേണ്ടിയിട്ട്. ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ എന്ത് ചെയ്യുക, കുറച്ച് പൈസ ഒക്കെ കുറച്ചിട്ട് സാധനങ്ങൾ ജനങ്ങൾക്ക് അവൈലബിൾ ആക്കുന്ന വെച്ചിരുന്നു. പക്ഷേ ഫ്രീ മാർക്കറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് അംഗീകരിക്കാതെ ഇരിക്കുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഫ്രീ മാർക്കറ്റ് അത്യാവശ്യം ആണ് അല്ലേ. ഇനി അഡ്വാൻറ്റേജ് ഓഫ് ഫ്രീ മാർക്കറ്റ്. ഇതിൻ്റെ ഫ്രീ മാർക്കറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയായിരുന്നു? ഈക്വൽ കൺസിഡറേഷൻ ഈസ് ഗിവൻ ടു ഈക്വൽ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. അപ്പം ഈക്വൽ കൺസിഡറേഷൻ ഈസ് ഗിവൻ ടു ഈക്വൽ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. അപ്പോൾ ഇവിടെ എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി വരാനുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു എന്തുണ്ട്, അവസരം നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും സൊസൈറ്റിയിൽ, അപ്പോൾ നമുക്കറിയാം ഏതൊരു വ്യക്തിക്കും എനിക്കൊരു പ്രൊഡക്റ്റ് ഇന്നുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാം, ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആക്കാം, ഞാൻ ചിന്തിക്കുന്ന രൂപത്തിൽ
നിങ്ങൾക്ക് അടുത്ത ദിവസം വേറൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് വേറെ ഈ സെയിം സാധനം തന്നെ വേറെ ക്വാളിറ്റി വെച്ചിട്ട് ഉണ്ടാക്കാം. അതാണ് ഈ അപ്പോൾ എല്ലാവർക്കും തുല്യ പരിഗണന കിട്ടും. അതേപോലെ തന്നെ പീപ്പിൾസ് ക്യാൻ ഹാവ് ദെയർ ചോയ്സസ്. ജനങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരുടെ ചോയ്സിനനുസരിച്ച് അതൊക്കെ സെലക്ട് ചെയ്യാം. മാർക്കറ്റ് ഗീവ്സ് ബെറ്റർ സർവീസസ്. അപ്പം അവിടെ ഒരു സേവനവും കൂടെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്നുണ്ട്. സർവീസസ്. ഫ്രീ മാർക്കറ്റ് ഈസ് എ പ്രോഫിറ്റ് മോട്ടീവ്, സോ ഇറ്റ് ഹാവ് ഓൺ ടെൻഡൻസി ടു വർക്ക് ഫോർ ദ ഗ്രോത്ത് ഓഫ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽ. അപ്പോൾ അതിവിടെ പറയുന്നുണ്ടല്ലേ, ഫ്രീ മാർക്കറ്റ് ഇത് പ്രോഫിറ്റ് മോട്ടീവാണ്. പ്രോഫിറ്റിൻ്റെ ബേസിൽ പ്രവർത്തിക്കുന്ന ഒരു ഫീൽഡാണ് എന്ത്, ഫ്രീ മാർക്കറ്റ്. സോ ഇറ്റ് ഹാവ് ഓൺ ടെൻഡൻസി ടു വർക്ക് ഫോർ ദ ഗ്രോത്ത് ഓഫ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽ. സ്വകാര്യ വ്യക്തികളുടെ പ്രോഫിറ്റിന് അല്ലെങ്കിൽ അവരുടെ ഗ്രോത്തിന്, അവരുടെ വളർച്ചയ്ക്ക് ഫേവറായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫ്രീ മാർക്കറ്റിൻ്റെ ഈ ഒരു നിലനിൽപ്പ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം ഈ ഫ്രീ മാർക്കറ്റ് എന്ന സിസ്റ്റം ചിലപ്പോൾ ഗവൺമെൻറ് അതിനെ കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും സൊസൈറ്റിയിൽ ജസ്റ്റിസ് ഉണ്ടാവുമോ? ഇല്ല, ജസ്റ്റിസ് ഉണ്ടാവില്ല. കാരണം പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് ഇത് ഇങ്ങനെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കാനുള്ള അവകാശം ഇല്ല. അവർക്ക് അവരുടെ ബിസിനസ് എക്കണോമിക്കൽ ഫീൽഡിലേക്ക് കടന്നു വരാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ല. അങ്ങനത്തെ ഒരു കാര്യമായിരിക്കും ഈ ഒരു ഫ്രീ മാർക്കറ്റിനെ ഗവൺമെൻറ് ബാൻ ചെയ്യുകയാണെങ്കിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സൊസൈറ്റിയിൽ പല കാറ്റഗറീസിലുള്ള ആളുകൾക്കുണ്ടാവും. അവർക്ക് ഒരു പ്രൊഡക്റ്റ് തന്നെ വേണമെന്ന് താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് അവരുടെ ചോയ്സിനനുസരിച്ച് പ്രൊഡക്റ്റ് വാങ്ങണം. അങ്ങനെയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് സെയിം സാധനത്തിൻ്റെ തന്നെ ഡിഫറെൻ്റ് കമ്പനീസിൻ്റെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിന് എന്ത് വേണം, ഫ്രീ മാർക്കറ്റ് സിസ്റ്റം വേണം. അപ്പം ഫ്രീ മാർക്കറ്റ് സിസ്റ്റം എന്താണ്, സോഷ്യൽ ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ സമൂഹത്തിൽ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിൽ എന്തുണ്ട്, ചില സമയങ്ങളിൽ നമുക്കറിയാം സ്റ്റേറ്റിൻ്റെ ഇൻ്റർവെൻഷനും കൂടെ നമുക്കറിയാം ചില സമയത്ത് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഉള്ളിയുടെ വില അല്ലേ ഒക്കെ ഭയങ്കരമായിട്ട് കൂടുന്ന സമയത്ത് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ നടത്തിയിട്ട് ഗവൺമെൻറ് ചില ഇൻ്റർവെൻഷൻ നടത്തിയിട്ട് അതിന് ഗവൺമെൻറ് കുറഞ്ഞ വിലക്ക് എന്ത് ചെയ്ത് അവൈലബിൾ ആക്കുന്ന ഒരു സിറ്റുവേഷനും ഒക്കെ നമ്മൾ കാണേണ്ട. അതാണ് ചിലപ്പം ഫ്രീ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഈ സാധാരണ ജനങ്ങളെ, കോമൺ പീപ്പിളിനെ എഫക്റ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന സ്റ്റേറ്റിൻ്റെ ഇൻ്റർവെൻഷനും ഉണ്ടാകുന്നുണ്ട്. നമുക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റൗൾസ് തിയറി, 3 പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ്, 3 ഫിലോസഫേഴ്സിൻ്റെ കൺസെപ്റ്റ് ജസ്റ്റിസിൻ്റെ ബേസിൽ, പിന്നെ ഈ റൗൾസ് ലോൻ്റെ അഡ്വാൻറ്റേജ്, അയാളെ ഫേമസ് ആയിട്ടുള്ള ബുക്ക്, അതൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. ടെക്സ്റ്റ് ബുക്കും കൂടെ വായിക്കണം. ഇത് മാത്രം നോക്കിയിട്ട് പോയാൽ പോരാ. ഓക്കെ.